കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെയും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതായ വാക്യം 28-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമായിരുന്നു. ആ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിച്ചിട്ട് അതിൻ്റെ അവസാന ഭാഗത്തെ വാക്യമാണ് നമ്മളുടെ ഇന്നത്തെ ചിന്തയ്ക്കായി നാം എടുക്കുന്നത്. ഇതാ ഞാൻ നിന്നോടുകൂടിയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഈ അവസാനത്തെ ഭാഗം നമുക്ക് ഇന്ന് ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ദൈവം അരുളി ചെയ്തതിനെ നിവർത്തിക്കുന്ന ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവം എപ്പോഴും പറയുന്നുണ്ട്, ഐ വിൽ, ഐ ഷാൽ, ഞാൻ നിവർത്തിക്കും, ഞാൻ ചെയ്യും എന്ന് വളരെ വ്യക്തമായി ദൈവം പറയുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ നേച്ചർ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, അവനൊരിക്കലും മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ട് മാറ്റമില്ലാത്തതായ, മാറാത്തതായ ദൈവം പറയുന്ന ഒരു കാര്യം, ഒരിക്കലും അവൻ അതിൽ നിന്നും ഒരു അണുവിട വ്യത്യാസം വരുത്തുകയില്ല. മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? അവനൊരു പക്ഷേ വാക്കുകൾ പറയുമായിരിക്കാം, പക്ഷേ ഇതൊന്നും തന്നെ അവന് വിശ്വസ്തയോട് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ ഒരിക്കലും അനന്യനായ ഒരുവനല്ല. അവൻ എപ്പോഴും മാറ്റം വരുന്നവനാണ്. അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗതിഭേദനം ഉണ്ടാകുമ്പോൾ അവൻ തൻ്റെ തീരുമാനങ്ങളിൽ നിന്നും മാറും. എപ്പോഴും പണം അവന് സ്ഥിരതയോടുകൂടെ നിൽക്കുകയില്ല. ഒരിക്കലും ആരോഗ്യം അവന് സ്ഥിരതയോടുകൂടെ നിൽക്കുകയില്ല. അവൻ്റെ ചുറ്റുപാട്, അവൻ്റെ കാലാവസ്ഥകൾ ഒന്നും തന്നെ അവന് സ്ഥിരതയോടുകൂടെ നിൽക്കുകയില്ല. എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോൾ അവൻ പറയും, വേണ്ട ഇന്ന വിഷയം കാരണം എനിക്ക് വാക്ക് പാലിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവശാസ്ത്രത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, ഗതിഭേദനത്താൽ ആച്ഛാദനം വരാത്തതായ ദൈവം. അവൻ ഒരിക്കലും മാറുകയില്ല, അവനൊരിക്കലും മാറ്റം വരികയില്ല. അവൻ കാലാവസ്ഥകൾക്കും കാലങ്ങൾക്കും ഒക്കെയും അതീതനായ ദൈവമായതുകൊണ്ട് അവൻ്റെ വാക്കുകൾക്ക് യാതൊരു മാറ്റവുമില്ല. നമ്മളെ ഏവരെയും വളരെ വിസ്മയിപ്പിക്കേണ്ട കാര്യം, ഇപ്രകാരമുള്ളതായ ഒരു ദൈവം നമ്മളോട് തൻ്റെ വചനം സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്രകാരമുള്ള ഒരു ദൈവം നമ്മളോട് വാഗ്ദത്തങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു പദവി, ഇത്രയും വലിയൊരു സന്തോഷം, ഇത്രയും വലിയൊരു അനുഗ്രഹം നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടും? ഇന്ന് ഭൂമിയിൽ നമ്മൾ ജഡപ്രകാരം വളരെയധികം ആഗ്രഹിക്കുന്നത്, സമ്പത്തുള്ളവർ, വളരെ മഹിമയുള്ളവരായ ആളുകൾ നമ്മളോട് എന്തെങ്കിലും വാക്ക് പറയുന്നതിലാണ്. ഒരു പാവപ്പെട്ടവനായ ഒരുവൻ, സാമ്പത്തികമൊന്നുമില്ലാത്ത ഒരാൾ നമ്മോട് വാക്ക് പറഞ്ഞാലോ നമുക്കത്ര വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും, എന്തെങ്കിലും ഉള്ളവൻ പറഞ്ഞാൽ അത് നല്ലതാണ്. പക്ഷേ മനുഷ്യർ എത്ര വാക്ക് പറഞ്ഞാലും വിശുദ്ധ ബൈബിളിൽ പറയുന്ന പോലെ അവൻ്റെ ജീവിതം വയലിലെ പുല്ലുപോലെയാണ്, പെട്ടെന്ന് വാടിപ്പോകുന്നതായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ വാക്കുകൾക്കൊന്നും തന്നെ ഉറപ്പില്ല. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവനോട് ദൈവം തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്നു. തൻ്റെ വാഗ്ദത്തം ദൈവം അവരോട് പറയുന്നു. ഈ വാഗ്ദത്തമൊക്കെ നമുക്കുണ്ട്. എന്നെ പലപ്പോഴും വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവവചനത്തിലെ പല വാഗ്ദത്തങ്ങളും പല വചനങ്ങളും ദൈവം ആരോടൊക്കെയോ സംസാരിച്ചതാണ്. ദാവീദിനോടോ, ഇയ്യോബിനോടോ, മോശയോടോ, പൗലോസിനോടോ, പത്രോസിനോടോ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളത് വിശ്വസിക്കുന്നു, ആ വാഗ്ദത്തം എനിക്കുമുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഈ വാഗ്ദത്തം നിറവേറുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ദൈവത്തിൻ്റെ പ്രോമിസുകൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ അതിലെല്ലാം തന്നെ വ്യവസ്ഥകളുമുണ്ട്. ആ വ്യവസ്ഥകളിൽ നാം വിശ്വസ്തത പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് നിറവേറുക തന്നെ ചെയ്യും. ഈ തരുണത്തിൽ ഞാൻ സദൃശ്യവാക്യത്തിൽ ശലോമോൻ പറയുന്നതായ ഒരു വാചകം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യം 28-20 നമ്മളിങ്ങനെ വായിക്കുന്നു, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ, ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കില്ല. ഇംഗ്ലീഷിൽ ഈ വാക്യം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ വിൽ ഹാവ് മെനി ബ്ലെസ്സിങ്സ്, ബട്ട് വൺ ഇൻ എ ഹറി ടു ഗെറ്റ് റിച്ച് വിൽ നോട്ട് ഗോ അൺപണിഷ്ഡ്. ഒരു വിശ്വസ്ത മനുഷ്യന് അനേകം അനുഗ്രഹങ്ങളുണ്ട്. അതായത് ഇവിടെ ആ കൊടുത്തിരിക്കുന്ന വാക്ക്
വളരെ ശ്രദ്ധേയമാണ്. എ പേഴ്സൺ വിൽ ഹാവ് മെനി ബ്ലെസ്സിങ്സ് എന്നല്ല പറയുന്നത്, മറിച്ച് എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ, ഒരു വിശ്വസ്ത മനുഷ്യന്. ദൈവത്തോട് നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ഇവിടെ പറയുന്നു വി ഹാവ് മെനി ബ്ലെസ്സിങ്സ്, നമുക്ക് അനേകം അനുഗ്രഹം ഉണ്ടാകും. ഒരനുഗ്രഹമല്ല, എണ്ണിക്കൂടാത്ത അനുഗ്രഹം ദൈവം നമുക്ക് തരും. എന്നാൽ ബട്ട് വൺ ഇൻ എ ഹറി, ധൃതി കാണിക്കുന്നവൻ, ധനവാനാകേണ്ടതിന്, അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ധൃതി കാണിക്കുന്നവൻ, അവൻ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവന് ശിക്ഷ ഉറപ്പാണ്. ഇന്നും മനുഷ്യ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, മനുഷ്യനെല്ലാം അങ്ങ് ധൃതി പിടിക്കുക. പണം ഉണ്ടാക്കേണ്ടതിന് വേണ്ടി, ധനവാനാകേണ്ടതിന് വേണ്ടി, ആർഭാടങ്ങൾ അനുഭവിക്കാൻ വേണ്ടി, ഇതെല്ലാത്തിനും മനുഷ്യൻ ധൃതി പിടിക്കുന്ന ഒരു കാലമാണ്. നമുക്കറിയാം ഇന്നത്തെ കാലം ഒരു ഇൻസ്റ്റന്റ് കാലമാണ്. എപ്പോഴും മനുഷ്യർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം. ആത്മീയ ലോകത്ത് ഇത് തന്നെയാണ്. പെട്ടെന്ന് സൗഖ്യം, പെട്ടെന്ന് രക്ഷ, പെട്ടെന്ന് വിടുതൽ. പക്ഷെ അങ്ങനെയല്ല വിശുദ്ധ വേദോസ് നമ്മൾ പറയുന്നത്. നമ്മളോട് ദൈവം പറയുന്നു, പ്രൂവ് ദാറ്റ് യു ആർ എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ. നീ വിശ്വസ്തനാണെന്ന് നീ ദൈവത്തോട് തെളിയിക്കണം. താലന്തുകളുടെ ഉപമയിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരുവൻ പരദേശത്തേക്ക് പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ച് താലന്തുകളെ വിഭജിച്ചു കൊടുത്തു. 1 ലഭിച്ചു, അതുപോലെ 2 ലഭിച്ചവൻ, 5 ലഭിച്ചവൻ. ഇവർക്ക് എല്ലാവർക്കും തന്നെ അവരവരുടെ പ്രാപ്തി പോലാണ് ആ യജമാനൻ കൊടുത്തത്. പക്ഷേ 1 ലഭിച്ചവൻ അവൻ വിശ്വസ്തനായില്ല. അവന് പല മുൻവിധികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ആ താലന്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്നാൽ മറ്റു 2 പേര് ആ താലന്തുകളെ അവർ ബിസിനസ് ചെയ്തു. അവർ വിശ്വസ്തരായിരുന്നു. വിശ്വസ്തതയ്ക്ക് ഒരുപക്ഷെ സമയങ്ങളെടുക്കാം, കാലങ്ങളെടുക്കാം, ചില മണിക്കൂറുകളോ ചില ദിവസങ്ങളോ എടുക്കാം. പക്ഷെ ആ വിശ്വസ്തതയ്ക്കാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത്, അനുഗ്രഹം കൊടുക്കുന്നത്. ഇവിടെ യാക്കോബിനോട് ദൈവം പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും എന്ന് പറഞ്ഞാൽ, നീ എൻ്റെ കരത്തിന് പിടിക്കുന്നെങ്കിൽ, നീ എന്നെ വിട്ടുപോകാതെ, എൻ്റെ സാന്നിധ്യം വിട്ടുപോകാതെ, എൻ്റെ വചനം വിട്ടുപോകാതെ, നീ ഫേമായി, നീ ഉറച്ചു നിൽക്കുന്നെങ്കിൽ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള സകല വചനങ്ങളും ഞാൻ നിവർത്തിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നിങ്ങളിൽ നിവർത്തിക്കും. ഒരുപക്ഷെ സമയങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കാം. പക്ഷേ സദൃശ്യവാക്യം 28-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ വായിച്ചതുപോലെ നാം ധൃതി കാണിക്കരുത്. മറിച്ച് ക്ഷമയോടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് അതിനുവേണ്ടി സ്തോത്രം ചെയ്ത് നാം ആയിരിക്കുമെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നന്മകളെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറയുവാനുണ്ടെങ്കിലും നമ്മുടെ സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവത്തിന് മുമ്പാകെ നാം വിശ്വസ്തരായി നിൽക്കുമെങ്കിൽ മാത്രമേ ഇവിടെ പറയുന്ന പോലെ അവൻ അരുളി ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവമേ നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്തിയേ, നീ എന്നോട് പറഞ്ഞ വചനങ്ങൾ എന്തിയേ, അതൊന്നും ഞാൻ കാണുന്നില്ലല്ലോ, അതൊന്നും എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായിട്ട് എനിക്ക് കാണുവാൻ കഴിയുന്നില്ലല്ലോ. പക്ഷെ കർത്താവ് പറയുന്നത്, നീ വിശ്വസ്തനായിരുന്നാലും എൻ്റെ മഹത്വം ഞാൻ നിന്റെ ജീവിതത്തിൽ കാണിക്കുന്ന ദൈവമാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം നിവൃത്തിയാകുവാനുള്ളതാണ്. അങ്ങക്ക് യാതൊരു മാറ്റമില്ലാത്തവനായ ദൈവമാണ്. ഗതിഭേദനത്താൽ ആച്ഛാദനം വരാത്തവൻ, അതുപോലെ ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനായ ദൈവം. അതുകൊണ്ട് അങ്ങയുടെ വചനം നിവൃത്തിയാകുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുവാനും അതിനുവേണ്ടി കാത്തിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കാലാവസ്ഥകൾ മാറുന്നുണ്ട്, ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ മാറുന്നുണ്ട്. പക്ഷേ നീയും നിന്റെ വചനത്തിനും യാതൊരു മാറ്റമില്ല എന്നുള്ള ആ വലിയ സത്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.